മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ നിലപാട് മാറ്റി മാത്യു കുഴൽനാടൻ. വിജിലൻസിന് പകരം വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. ഹർജി ഉത്തരവ് പറയാൻ ഈ മാസം 12-ലേക്ക് മാറ്റി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്താണ് ഈ നിലപാട് മാറ്റത്തിന്റെ കാരണം? വേണു, നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഹർജിയിൽ ഏറ്റവും നിർണായകമാവുക വിജിലൻസ് അന്വേഷിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ നിലപാടായിരുന്നു. കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ട ഈ കോടതി വാദം കേൾക്കവേ ഈ മാത്യു കുഴൽനാടൻ തന്നെ ആവശ്യപ്പെട്ടൊരു കാര്യം വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ നിലപാടിൽ ഇന്ന് കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ ആ നിലപാടിൽ നിന്ന് മാത്യു കുഴൽനാടൻ പൂർണ്ണമായും മാറിയിരിക്കുന്നു. വിജിലൻസ് കോടതി അന്വേഷിക്കണമെന്നാണ് കുഴൽനാടൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇതേ ആവശ്യം ഉന്നയിച്ചപ്പോൾ മാത്യു കുഴൽനാടൻ കോടതി ഇക്കാര്യം മറ്റൊരു ഹർജിയായി, പ്രത്യേക ഹർജിയായി ആവശ്യമായി സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ നിലപാട് മാത്യു കുഴൽനാടൻ മാറ്റിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവരുൾപ്പെടെ 7 പേർക്കെതിരെയായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ ഹർജി ഫയൽ ചെയ്തത്. ഫെബ്രുവരി 29-നാണ് ഈ ഹർജി സമർപ്പിച്ചത്. ആരോപണങ്ങൾ വിജിലൻസ് നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന വാദമുയർത്തിയാണ് സർക്കാർ ഹർജിയെ എതിർത്തത്. കൂടാതെ ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയിരിക്കുന്ന വിഷയമായതിനാൽ ഈ വിഷയം വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയില്ല എന്ന വിജിലൻസും കോടതിയിൽ നിലപാടെടുത്തിരുന്നു. വേണു, ശരി. മാസപ്പടി കേസിൽ വിജിലൻസ് കോടതിയിൽ നിലപാട് മാറ്റിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ MLA. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.